എല്ലാവർക്കും നമസ്കാരം. കുരിക്കൽ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ആദ്യം പറയുന്നത് ബുർജ് ഖലീഫ എന്നായിരിക്കും. എന്നാൽ ബുർജ് ഖലീഫയെ പോലും ചില കാര്യങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു നിർമ്മിതിയുണ്ട് നമ്മുടെ സൗദി അറേബ്യയിൽ. മക്കയിലെ വിശുദ്ധ കഅബയ്ക്ക് അരികിലായി വാനോളം ഉയർന്നു നിൽക്കുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ വെറുമൊരു കെട്ടിടം എന്നതിലുപരി എഞ്ചിനീയറിംഗ് ലോകത്തെ അമ്പരപ്പിച്ച ഒട്ടനവധി രഹസ്യങ്ങൾ ഈ ഗോപുരത്തിന് പിന്നിലുണ്ട്. 1,00,000 കോടിയിലധികം രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ അത്ഭുത ഗോപുരത്തിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ആ വിസ്മയകരമായ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് തുടങ്ങാം. വിശുദ്ധ കഅബ, വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിനംപ്രതി 5 നേരം തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്ലാം മതത്തിലെ ഏറ്റവും വിശുദ്ധമായ ഇടമാണ് വിശുദ്ധ കഅബ. മസ്ജിദുൽ ഹറമിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചതുരാകൃതിയിലുള്ള നിർമ്മിതി ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെയും ഒരുമയുടെയും അടയാളമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമാണ് കഅബയ്ക്ക് പറയാനുള്ളത്. പ്രവാചകൻ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കറുത്ത പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞ ഈ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും തവാഫ് ചെയ്യുന്ന തീർത്ഥാടകരുടെ ദൃശ്യം ഏതൊരു മനുഷ്യന്റെയും ഉള്ളം നിറയ്ക്കുന്ന ഒന്നാണ്. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഅബയുടെ സാമീപ്യമാണ് മക്കയെ ഇത്രത്തോളം പ്രിയപ്പെട്ടതാക്കുന്നത്. ഈ വിശുദ്ധ ഭൂമിക്ക് കാവലായി നിൽക്കുന്നത് പോലെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ കൂറ്റൻ ക്ലോക്ക് ടവർ ഉയർന്നു നിൽക്കുന്നത്. മക്ക റോയൽ ക്ലോക്ക് ടവർ, ലോകത്തെ അമ്പരപ്പിക്കുന്ന നിർമ്മാണ രഹസ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം പൂശിയ ചന്ദ്രക്കലയുള്ള മക്ക റോയൽ ക്ലോക്ക് ടവർ നിർമ്മിക്കുമ്പോൾ സൗദി രാജാവിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഈ ഗോപുരത്തിന് മുകളിൽ ഒരു ഗ്ലാസ് നിർമ്മിതി വേണമെന്നും അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വജ്രം പോലെ തിളങ്ങണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ആ വജ്രത്തിന് മുകളിലായി 24 ക്യാരറ്റ് സ്വർണം പൊതിഞ്ഞ ഒരു ചന്ദ്രക്കല വേണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. ഇത്രയും ഭാരമേറിയതും സങ്കീർണവുമായ ജോലി ചെയ്യാൻ അന്ന് ലോകത്ത് ഒരു ജർമ്മൻ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കമ്പനിയുടെ ഉടമസ്ഥരും ജോലിക്കാരും മുസ്ലിം മതവിശ്വാസികളായിരുന്നില്ല. മക്കയിലേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നതിനാൽ ഈ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി ആ കമ്പനിയുടെ ഉടമയടക്കം ചിലർ ഇസ്ലാം മതം സ്വീകരിച്ചാണ് അവിടെ എത്തി ജോലി ചെയ്തത്. മറ്റു ജോലിക്കാർ ദുബായിലിരുന്ന് പണികൾ പൂർത്തിയാക്കി മക്കയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഈ ഗോപുരത്തിന് മുകളിലെ ചന്ദ്രക്കലയ്ക്ക് മാത്രം 2 വലിയ യാത്രാ ബസ്സുകളുടെ ഭാരമുണ്ട്. ഏകദേശം 600 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലെ ക്ലോക്കിന്റെ ഓരോ വശത്തിനും 43 മീറ്റർ വീതിയുണ്ട്. അതായത് ക്ലോക്കിന്റെ ഒരു വശത്തിന് മാത്രം 16,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. സാധാരണ 500 ചതുരശ്ര അടിയുള്ള 35 വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഈ ക്ലോക്കിന്റെ ഒരു വശത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 1,20,000 കോടി ഇന്ത്യൻ രൂപയാണ് ചിലവായത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ കെട്ടിടങ്ങളിൽ ഒന്നായി ഇത് മാറി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ കെട്ടിടമാണിത്. വിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്നും വെറും 300 മീറ്റർ അകലെയാണ് ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 2002 മുൻപ് ഈ സ്ഥലത്ത് അജിയത് കോട്ട എന്നൊരു ചരിത്ര സ്മാരകമുണ്ടായിരുന്നു. 1780-ൽ വിശുദ്ധ കഅബയെ സംരക്ഷിക്കാനായി ഒട്ടോമൻ സാമ്രാജ്യം നിർമ്മിച്ചതായിരുന്നു ആ കോട്ട.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനായി എത്തുന്ന സ്ഥലമായതിനാൽ സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഈ തീർത്ഥാടനം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ മുറികളുള്ള നഗരവും മക്കയാണ്. ഇവിടെ എത്തുന്ന ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ കോട്ട പൊളിച്ചുമാറ്റി ഈ വമ്പൻ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ ഗോപുരത്തിന് മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് നിർമ്മിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ച് കാറ്റിന്റെ വേഗതയെ ചെറുക്കുക എന്നതായിരുന്നു പ്രധാന പ്രശ്നം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ തടയാൻ ശേഷിയുള്ള സൂചികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ വലിയ സൂചിക്ക് 23 മീറ്ററും ചെറിയ സൂചിക്ക് 17 മീറ്ററും നീളമുണ്ട്. അതായത് ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരം. ഈ സൂചികൾക്കുള്ളിലൂടെ ഒരാൾക്ക് സുഖമായി നടക്കാൻ സാധിക്കും, അത്രയും വലിപ്പമുണ്ടവയ്ക്ക്. ക്ലോക്കിന് പച്ച നിറത്തിലുള്ള പ്രകാശം നൽകാൻ തീരുമാനിച്ചതോടെ രാത്രിയിൽ 8 കിലോമീറ്റർ അകലെ നിന്ന് പോലും സമയം കാണാൻ സാധിക്കുമെന്നായി. ഈ ക്ലോക്കിൽ ഏകദേശം 20 ലക്ഷത്തോളം ചെറിയ വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. മക്കയിലെ കഠിനമായ ചൂടിലും കേടുവരാത്ത രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും അപകടകരമായ ഘട്ടം മുകളിലെ ചന്ദ്രക്കല സ്ഥാപിക്കുക എന്നതായിരുന്നു. 75 അടി ഉയരമുള്ള ഈ ചന്ദ്രക്കല കാർബൺ ഫൈബർ ചേർത്ത പ്രത്യേക ഗ്ലാസിലാണ് നിർമ്മിച്ചത്. ഇതിന് മാത്രം 35 ടൺ ഭാരമുണ്ട്. ഇതിൽ സ്വർണം പതിപ്പിക്കാനായി 10 കോടി ചെറിയ ടൈലുകൾ ഉപയോഗിച്ചു. ഓരോ ടൈലിലും നേർത്ത സ്വർണ്ണപാളികൾ ചേർത്തിട്ടുണ്ട്. ഇത്രയും വലിയ ചന്ദ്രക്കല ഒന്നിച്ച് മുകളിൽ എത്തിക്കുക അസാധ്യമായതിനാൽ 4 ഭാഗങ്ങളായാണ് ഇത് മുകളിൽ എത്തിച്ചത്. ശക്തമായ കാറ്റിൽ ഇത് ആടിയുലഞ്ഞത് വലിയ പ്രതിസന്ധിയുണ്ടാക്കി. എന്നാൽ തൊഴിലാളികൾ കയറുകൾ ഉപയോഗിച്ച് ഇത് നിയന്ത്രിച്ച് കൃത്യമായി സ്ഥാപിച്ചു. ഈ ചന്ദ്രക്കലയുടെ ഉള്ളിൽ 3 നിലകളുണ്ട്. ഒന്നാമത്തെ നിലയിൽ ഓഫീസും, രണ്ടാമത്തേതിൽ മീറ്റിംഗ് മുറിയും, മൂന്നാമത്തെ നിലയിൽ ഒരു പള്ളിയുമാണുള്ളത്. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള പള്ളിയും ജോലിസ്ഥലവും ഇതാണ്. ബുർജ് ഖലീഫയിലെ ഏറ്റവും മുകളിലെ നിലയേക്കാൾ ഉയരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 9 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം 2011 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതിന്റെ ശില്പിക്ക് ഇന്നും ഈ ഗോപുരം ദൂരെ നിന്ന് കാണാനേ സാധിച്ചിട്ടുള്ളൂ. ഇന്നും ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി മക്ക റോയൽ ക്ലോക്ക് ടവർ നിലകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നമ്മുടെ കുരിക്കൽ വ്ലോഗിലെ കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വലിയ കരുത്താണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.